അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, പരിശുദ്ധ റജബ് മാസമാണ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസമാകുന്ന റജബ് മാസത്തിൽ നാം ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, ഹറാമ് പ്രചരിപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരെ കൊണ്ട് കേൾപ്പിക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായും ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് നല്ലൊരു വ്യക്തി ജീവിതം ലഭിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നാം ഓരോരുത്തരും എടുക്കേണ്ട അതിമഹത്തായ ഒരു മാസമാണ് റജബ് മാസം. അള്ളാഹു തആല നമുക്ക് റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ മാസമാണെന്നും ആ ഒരു ഉത്തമ ബോധത്തോടുകൂടെ നല്ലൊരു വ്യക്തി ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ. തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ അള്ളാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, റജബിലെ ഓരോ ദിനങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇനിയെങ്കിലും നന്നാവാനുള്ളൊരു ശ്രമം നാം ഓരോരുത്തരും എടുക്കണം. അള്ളാഹു തആല നമുക്ക് നല്ലത് ചെയ്ത് നല്ലത് പ്രവർത്തിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് ആദ്യം ചൊല്ലാനുള്ള റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം ചൊല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ആ ഒരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും കൂടെ ചൊല്ലണം. ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വലാ തമസ്സുഹുന്നാറു ബിബറകത്തി റജബ്, റജബിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് നരകം സ്പർശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
astaghfirullah wa atubu ilayh, 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 astaghfirullah wa atubu ilayh. അല്ലാഹുവേ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണമല്ലോ, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണമല്ലോ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാവങ്ങൾ പുറത്തു തന്ന് ഇനിയുള്ള ജീവിതം നിന്റെ തൃപ്തിയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി പരിശുദ്ധ റജബിലെ, അതായത് എല്ലാ ദിവസവും അവിടെ ദിക്ർ സ്വലാത്ത് മജ്ലിസിൽ ആഴ്ചയിൽ ഓരോ ദിനങ്ങളിൽ വ്യത്യസ്തങ്ങളായ ദിക്റുകളാണ് ചൊല്ലിവരുന്നത്. ഇത് നമുക്ക് ചൊല്ലാനുള്ളത് സ്വർഗത്തിലെ നിധിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ കൻസു മിൻ കുനൂസിൽ ജന്ന. നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലണം. കാരണം ഇത് സ്വർഗത്തിലെ നിധിയാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ 99 രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ്, പരിഹാരമാണ്. ആ 99 രോഗങ്ങളിൽ ഏറ്റവും താഴ്ന്ന രോഗമായി എണ്ണിക്കണക്കാക്കിയത് ഹമ്മാണ്, ടെൻഷനാണ്. അപ്പോൾ ടെൻഷന് വരെ നീങ്ങി കിട്ടും. അതിന് മുകളിലുള്ള എന്തെല്ലാം രോഗങ്ങളാണ് ഓരോ നാളുകളിൽ പിടിപ്പെടുന്നത്, അതിൽ നിന്നെല്ലാം അല്ലാഹു തആല നമ്മെ അല്ലാഹു തആല പ്രൊട്ടക്ട് ചെയ്യും, അല്ലാഹു തആല സംരക്ഷിക്കും ഈ ഒരു ദിക്ർ ചൊല്ലിയ കാരണത്താൽ. അത് മാത്രമല്ല, 70ഓളം ദുർറിന്റെ പ്രയാസങ്ങളുടെ വാതിൽ അല്ലാഹു തആല അടച്ചു കളയും. ആ പ്രയാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന പ്രയാസമായി എണ്ണി പറഞ്ഞത് ഫഖ്റാണ്, ദാരിദ്ര്യമാണ്. അപ്പോൾ ദാരിദ്ര്യം വരെ വരാതെ അതിന് മുകളിലുള്ള എന്തെല്ലാം മുസീബത്തുകൾ, അപകടങ്ങൾ, തടസ്സങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്ക് എണ്ണി പറയാനുണ്ട്, അതെല്ലാം അല്ലാഹു തആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മെ അല്ലാഹു തആല സേഫാക്കി വെക്കുകയാണ്. അതുകൊണ്ട് അത്രയും അത്ഭുതം നിറഞ്ഞ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അതുകൊണ്ട് എല്ലാവരും കൂടെ ഏറ്റുചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ, ധാരാളം നന്മകൾ ചെയ്ത് നമ്മുടെ ആഖിറം വെളിച്ചമാക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാവരും കൂടെ 100 തവണ ഏറ്റുചൊല്ലണം. لا حول ولا قوة إلا بالله العلي العظيم، 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 لا حول ولا قوة إلا بالله العلي العظيم،
لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم
لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ നീ കബൂൽ ചെയ്യണം അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ എല്ലാവരും കൂടെ നാരിയത്ത് സ്വലാത്ത് 11 തവണ വീതം കൂടെ ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്തുള്ള ജീവിതം തരട്ടെ. നമ്മുടെ സർവ്വ മുറാദുകൾ അല്ലാഹു തആല സ്വലാത്തിന്റെ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രോഗികൾക്ക് അല്ലാഹു തആല പൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നാം ചൊല്ലിയ സ്വലാത്തുകൾ ദിക്റുകൾ എല്ലാം സ്വീകരിച്ച് നീ അതിന്റെ മിസ്ലു സവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഉമ്മാമമാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാർ പ്രത്യേകിച്ച് ഗൗസുൽ അഅ്സം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ഖാജ തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹുമാന്റെ ഹദ്റത്തിലേക്കും അല്ലാഹുവേ ശൈഖുനാ സി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും സർവമഹാന്മാരുടെ ഹദ്റത്തിലേക്കും ഉസ്താദന്മാരുടെ ഹദ്റത്തിലേക്കും അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ പലസ്തീനിൽ ഷഹീദായി പോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ.
അല്ലാഹുവേ അവരുടെ കാവലുള്ള നോട്ടമുള്ള മദതുള്ള ജീവിതം നമുക്ക് തരണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ബഹുമാനികൾ, നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, കടങ്ങളാണ് പല വിഷയങ്ങൾ പറഞ്ഞു ചെയ്തവരുണ്ട്. നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിരന്തരം ഞാൻ വായിച്ചിട്ടാണ് അതിന് മജ്‌ലിസിൽ പ്രത്യേകമായി തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ, ഉദ്ദേശം എല്ലാത്തിനും പരിഹാരമാണ് ഈ മജ്‌ലിസ് ചൊല്ലുന്ന ദിക്റുകൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ, അത്രയും മഹത്വമുള്ള സ്വലാത്തുകൾ, ദിക്റുകൾ തിരഞ്ഞെടുത്ത് ചൊല്ലാണ്. അതുകൊണ്ട് എല്ലാവരും ആമീൻ പറയുന്ന കൂട്ടത്തിൽ ഉദ്ദേശങ്ങൾ മനസ്സിൽ കാര്യമായി കരുതണം. അങ്ങനെ കരുതിട്ടാവണം ആമീൻ ചൊല്ലേണ്ടത്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا الله. റബ്ബേ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്ന പാവപ്പെട്ട ദോഷികളായ അടിമകളാണ് റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബക്കാർ, എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ എല്ലാ പാവങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. എല്ലാ പാവങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ബറക്കത്തുള്ള ജീവിതം നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി അല്ലാഹ് നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാനെ. തഖ്വയുള്ള ജീവിതം നൽകണം അല്ലാഹ്. ഈമാനോടെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ മറന്നിട്ടുള്ളൊരു ജീവിതം നമുക്ക് തരല്ലേ അല്ലാഹ്. നമ്മുടെ നാവിനെ, നമുക്കുള്ള ഓരോ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കാനും അല്ലാഹ് തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ നിഷിദ്ധമാക്കിയ സർവ്വതിൽ നിന്ന് വിട്ടു നിൽക്കാനും നീ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ധാരാളം ചെയ്യാനുമുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ആന്തരികവും ബാഹ്യവും നീ നന്നാക്കണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ വിനയത്തോടെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു നല്ല ജീവിതം, മരിച്ചാൽ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച്, നമ്മെക്കുറിച്ച് നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹു, നിന്റെ ഒറ്റ അടിമയെപ്പോലും വേദനിപ്പിക്കാത്ത രൂപത്തിലുള്ള നല്ലൊരു ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സന്താനങ്ങളെയും തെമ്മാടികളാക്കല്ലയെല്ലാം, കള്ളുകുടിയന്മാരാക്കല്ലയല്ലാ, വിചാരികളാക്കല്ലയല്ലാ, മൊബൈലുകളിൽ അനാവശ്യം കാണുന്നവരാക്കല്ലയല്ലാ, അശ്ലീലങ്ങൾ കാണുന്നവരാക്കല്ലയല്ലാ. നീ വെറുത്ത സർവ്വതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിന്റെ കോപത്തിന് കാരണമാകുന്ന സർവ്വ പ്രവർത്തനങ്ങളിൽ നിന്ന്, കാഴ്ചകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഹറാമ് കേൾക്കുന്നവരാക്കല്ലയല്ലാ, ഹറാമ് പ്രചരിപ്പിക്കുന്നവരാക്കല്ലയല്ലാ. മ്യൂസിക് പോലോത്ത നീ നിഷിദ്ധമാക്കിയ മുത്തായ തങ്ങൾക്ക് വെറുപ്പുള്ള, ഇഷ്ടമില്ലാത്ത മ്യൂസിക് പോലോത്ത ഉപകരണങ്ങൾ നമ്മുടെ സ്റ്റാറ്റസുകളിൽ വെക്കുമ്പോൾ അതുവഴി എത്ര ആളുകളാണ് മ്യൂസിക് കേൾക്കാൻ കാരണമാകുന്നത്. അവരുടെ തെറ്റുകളെല്ലാം അവർ തെറ്റ് ചെയ്യാൻ കാരണമാകുന്നത് നമ്മുടെ പ്രവർത്തന മൂലമാണ്. അല്ലാഹു, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തൊട്ട് വിട്ടുനിൽക്കാനും നമ്മുടെ സ്റ്റാറ്റസുകളിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാനും അല്ലാഹ് നിങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അന്യപുരുഷന്മാരുടെ സ്ത്രീകളുടെ ഫോട്ടോ വെച്ച് മറ്റുള്ളവർ കാണുന്ന തരത്തിലുള്ളൊരു അവസ്ഥ നീ, അത്തരത്തിലുള്ള ദുഷിച്ച ഒരു സ്വഭാവം നമുക്ക് ആർക്കും തരല്ലേ അല്ലാഹുവേ, നീ വെറുത്ത, നിനക്കിഷ്ടമില്ലാത്ത മുത്തായ തങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന
സർവ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. എല്ലാ ആലിമീങ്ങളെയും എല്ലാ മഹാന്മാരെയും എല്ലാ സയ്യിദന്മാരെയും ബഹുമാനിക്കാനും ആദരിക്കാനും അല്ലാഹുവേ, അവരുടെ ബഹുമാനം നമുക്ക് അവരുടെ പൊരുത്തം നേടി ഈമാന് സലാമത്താകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സലീമായ കൽബ് നൽകണം റഹ്മാനെ. തഖ്വയുള്ള മനസ്സ് നൽകണം റഹ്മാനെ. തഖ്വയുള്ള മനസ്സ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഖാജാ തങ്ങളുടെ മാസമാണ് പരിശുദ്ധ റജബ് മാസം. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ, ഞങ്ങളെ നന്നാക്കണമല്ലോ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ ചെയ്തുകളെല്ലാം, നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെല്ലാം, നിസ്കാരങ്ങളെല്ലാം, ദിക്റുകളടക്കം എല്ലാത്തിലും ഇഖ്ലാസ് നൽകണമല്ലോ, ഭക്തി നൽകണമല്ലോ. അല്ലാഹുവേ, മഹാന്മാർ നിന്നിലേക്ക് ഇബാദത്ത് എടുത്തതുപോലെ ഇബാദത്ത് എടുക്കാനുള്ള ഒരു അവസരം നൽകണമല്ലോ. ഭക്തി നിർഭലമായ മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലി നമ്മുടെ നാവിന് പച്ചപ്പ് വരുത്താനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഉറക്കിലും ഉണർവിലും നമുക്ക് അവിടുത്തെ പൂമുഖം കാണാനുള്ള അവസരം നൽകണമല്ലോ. അതിന് പറ്റിയ ജീവിതം തരണം റഹ്മാനെ. ഇഖ്ലാസോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജും ഉംറയും നമുക്ക് നിർവഹിക്കാനും മുത്തായ തങ്ങളുടെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മുത്തായ തങ്ങളുടെ ശഫാഅത്തിന്റെ അഹ്ലുക്കാരിൽ ഞങ്ങളെ നീ പെടുത്തണമല്ലോ. അവിടുത്തെ യഥാർത്ഥ മുത്തഖി, അവിടുത്തെ യഥാർത്ഥ ആശിഖീങ്ങളിൽ മാദിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത, അവിടെ നിന്നോ അനുഭവിക്കാൻ കാരണമാകുന്ന ഒറ്റ പ്രവർത്തനവും ഒറ്റ ചിന്തയും നമുക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഹറാമ് കാണുമ്പോൾ, ഹറാം കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണിനെയും പൂട്ടാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. ഈ തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, അവരുടെ പൊരുത്തത്തിലായി നമുക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്കുള്ള ജീവിതം അത് മരിക്കാനല്ലോ, നമ്മുടെ ജീവിതം നിന്റെ തൃപ്തിയിലാക്കി മാറ്റി മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ നമുക്കത് അറിയിച്ചു തരണമല്ലോ. ഇന്ന ദിവസം മരിക്കുമെന്നുള്ള കാര്യം അറിഞ്ഞ് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും കടബാധ്യതകളെല്ലാം കൊടുത്തു വിട്ടാനും എന്നിട്ട് മദീനയിലെത്താനും പരിശുദ്ധ പച്ചക്കുബ്ബ കൊണ്ട് ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലി ഒടുവിൽ നമ്മുടെ സമയം വരുമ്പോൾ അവിടത്തെ ലംഘുന്ന വജ്ഹൊന്നു കണ്ടു ഈമാനോടെ തങ്ങളെ കണ്ടു മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. പരിശുദ്ധ ജന്നത്തുൽ ബഖിയയിൽ അവിടെ ചെന്ന് നമുക്ക് പരിശുദ്ധ മദീനയുടെ മണ്ണൊന്ന് മുത്തം കൊടുത്ത് കിടക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അല്ലാഹുവേ, പരിശുദ്ധ മദീനയിലല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. നമുക്ക് മദീനയിൽ മരിക്കാൻ വല്ലാത്ത പൂതിയാണ് റബ്ബേ. അല്ലാഹ്, നീ നിറവേറ്റി തരണം റഹ്മാൻ. നമ്മുടെ ആഗ്രഹം തീർത്തു തരണം റഹ്മാൻ. മദീനയിൽ സ്വലാത്ത് ചൊല്ലൊന്ന് നടക്കാനും മുത്തായ തങ്ങളല്ലാതെ ഒറ്റ ചിന്തയില്ലാതെ മരണത്തിന് മുമ്പ് അങ്ങനെയുള്ളൊരു ജീവിതം തന്നനുഗ്രഹിക്കണം റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ.
ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, ഖൈറായ നല്ല വീട് നൽകണം റഹ്മാനെ. ബറക്കത്തുള്ള നല്ല സന്തോഷമുള്ള റാഹത്തുള്ള ഖൈറായ നല്ല വീട് നൽകണമല്ല. എല്ലാ കടബാധ്യതകളെല്ലാം കൊടുത്തു വിട്ടാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ല, സാമ്പത്തിക ശേഷി നൽകണമല്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണം റഹ്മാൻ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണം റഹ്മാൻ. സ്വാലിഹത്തന്മാരായ മക്കളെ നൽകണം റഹ്മാൻ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാ, സ്വാലിഹത്തന്മാരാക്കണം റഹ്മാൻ. അല്ലാഹുവേ, നല്ല ബുദ്ധിശക്തി നൽകണം അല്ലാ, ഓർമ്മശക്തി നൽകണം അല്ലാ. പഠിത്തത്തിന്റെ വിഷയത്തിൽ നല്ല പുരോഗതി നൽകണം റഹ്മാൻ. 2 വിദ്യകൾ നല്ല അതവോടെ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ എത്രയോ യുവതികളുണ്ട്, യുവാക്കളുണ്ട്. അനുയോജ്യ ഇണകളെ കൊടുത്ത് നല്ല ഖൈറായ ദാമ്പത്യ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാൻ. അല്ലാഹുവേ, പ്രസവ വേദന പ്രസവിക്കാനെടുത്ത എത്രയോ സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം ഗർഭിണികളായ ഓരോ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണമല്ല. സന്തോഷത്തോടുകൂടെ പ്രസവിച്ച് വീട്ടിലേക്ക് നല്ല ആഫിയത്തോടുകൂടി മടങ്ങാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണമല്ലോ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട്, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട്, കിരിമുരിക്കുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാൻ. അല്ലാഹുവേ, എന്തെല്ലാം രോഗങ്ങളാണ് ഓരോ നാടുകളിൽ മനുഷ്യരെ പിടികൂടുന്നത്. ക്യാൻസറാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. മറ്റു പല രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. ഭർത്താവിന് ക്യാൻസറാണ്, ഭാര്യയ്ക്ക് ക്യാൻസറാണ്, എന്തെല്ലാം രോഗങ്ങളാണ് റബ്ബേ ഓരോരുത്തരെയും ജീവിതത്തിൽ അലട്ടുന്നത്. അല്ലാഹ് ശിഫ കൊടുള്ള മുത്തായ തങ്ങളുടെ ബറക്കത്തുകൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട്, ചൊല്ലി അദ്കാറുകളുടെ സ്വലാത്തുകളുടെ ബറക്കത്തുകൊണ്ട് നീ അജിലായ ശിഫ കൊടുക്കല്ലോ, നീ താമായ ശിഫ കൊടുല്ലോ, ശിഫ കൊടുല്ലോ, നീ അജിലായ ശിഫ കൊടുല്ലോ. പരിപൂർണമായ ശിഫ കൊടു റഹ്മാനെ, നീ പരിപൂർണമായ ശിഫ കൊടു റഹ്മാനെ. അല്ലാഹുവേ, പഴയതുപോലെ നല്ല റാഹത്തോടുകൂടെ അവർക്ക് ജീവിക്കാനുള്ള ആഫിയത്ത് കൊടുള്ള, ആരോഗ്യം കൊടു റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. നിന്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്ത് തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.